ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. മാർവലിന്റെ ഒരു ഫ്രാഞ്ചൈസിന്റെ ആ ഒരു ടീം അപ്പിന്റെ ഒരു തുടക്കം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു ടീമാണ് ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പറയുന്നത്. ഈ ഒരു കഥ നടക്കുന്നത് 1985-ലാണ്. ആ ഒരു ടൈം പീരീഡിലൊക്കെയാണ് നടക്കുന്നത്. ഈ ഒരു ഫാന്റാസ്റ്റിക് ഫോറിനെ കുറിച്ച് ഒരുപാടധികം മാർവൽ ഫാൻസിന് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലൊരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഫാന്റാസ്റ്റിക് ഫോറിന്റെ കഥ നടക്കുന്നത് ഒരു പാരലൽ വേൾഡ്, അല്ലെങ്കിൽ എന്താ പറയാ, വേറൊരു എർത്തിൽ വെച്ചിട്ടാണ്. അതിന് പേര് വേറെ എന്തോ ഉണ്ട്, എർത്ത് 386 അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പേരൊക്കെ ഉണ്ട്. അവിടുത്തെ കൊല്ലവർഷം എന്ന് പറയുന്നത് 1980 കാലഘട്ടങ്ങളിലൊക്കെയാണ്. പക്ഷെ അവിടുത്തെ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് സംവിധാനങ്ങളാണ്. അതായത് അത്രയും അടിപൊളിയായിട്ടുള്ള ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. പഴയ കാലഘട്ടമാണെങ്കിലും നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ അവിടെ ആ ഒരു ടൈം പീരീഡിൽ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കാലഘട്ടത്തിലാണ് കഥ നടക്കുന്നത്. ഇപ്പൊ ഫാന്റാസ്റ്റിക് ഫോറിന്റെ ആ ഒരു ഒറിജിൻ സ്റ്റോറി ഒന്നും ഇവിടെ കാണിക്കുന്നൊന്നുമില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനം തന്നെ. ഇപ്പൊ നമ്മള് DC സൂപ്പർമാൻ കണ്ട പോലെ തന്നെ സൂപ്പർമാന്റെ ഒറിജിൻ സ്റ്റോറി ഒന്നും കാണിക്കുന്നില്ല. എന്നാൽ അവിടെ നടക്കുന്ന ഇപ്പോൾ കറന്റ് സിറ്റുവേഷനിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഒതുക്കി പോകുന്ന ഫാന്റാസ്റ്റിക് ഫോർ ടീം അവിടേക്ക് നമ്മുടെ മാർവലിന്റെ തന്നെ ഒരു മെയിൻ വില്ലനായിട്ടുള്ള ഗലാക്ടസ് എന്ന് പറയുന്ന പുള്ളിക്കാരനെ പ്ലേസ് ചെയ്യുന്നതും ആ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സിനിമ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 1 മണിക്കൂർ 55 മിനിറ്റ് ഉള്ളൂ. ലാഗ് അടിപ്പിക്കുന്ന തരത്തിൽ യാതൊരു സാധനങ്ങളും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എസ്പെഷ്യലി ഞാൻ ട്രെയിലറൊക്കെ കണ്ട സമയത്ത് എനിക്ക് ഈ ഒരു ക്യാരക്ടേഴ്സിനെ അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് മുമ്പത്തെ ഫാന്റാസ്റ്റിക് ഫോർ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ മേ ബി മനസ്സിലാവുമായിരിക്കും. പക്ഷെ സിനിമയ്ക്കകത്ത് വരുന്ന സമയത്തേക്ക് ഇമോഷണലി നല്ല രീതിക്ക് കണക്ട് ആയി എന്നുള്ളതാണ്. അതായത് ആ സു എന്ന് പറയുന്ന ക്യാരക്ടറും അതുപോലെ തന്നെ റീഡ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറും അതുപോലെ തന്നെ ജോണി എന്ന് വിളിക്കുന്ന ആ ഒരു ക്യാരക്ടർ, അതുപോലെ ബെൻ ഗ്രിമ്മിന്റെ ആ ഒരു ക്യാരക്ടർ, അതൊക്കെ നല്ല രസമായിട്ട് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇമോഷണലി കണക്ട് ആക്കി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ടീം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സൂപ്പർ ഹീറോ ടീം അതിന്റെ ലക്ഷ്യം എന്തായിരിക്കണം, അതുപോലെ തന്നെ അവരുടെ ഫാമിലി ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കൂടെ അവർ സംസാരിക്കുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആ ഒരു സു എന്ന് പറയുന്ന ക്യാരക്ടർ നാട്ടുകാർക്കിടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് എങ്ങനെയാണ് നമ്മൾ എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യും എന്ന് പറയുന്ന ഒരു ലീഡർ സംസാരിക്കുന്ന തരത്തിലൊരു ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഫാന്റാസ്റ്റിക് ആയിട്ട് തന്നെയാണ് എനിക്കും പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം ആ ഒരു സംഭവം കൊണ്ട് തന്നെ നമുക്ക് ഇമോഷണലി വല്ലാണ്ട് കണക്ട് ആയി എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഗ്രാഫിക്സ്, VFX സംഭവങ്ങളെല്ലാം അതിഗംഭീരം എന്നല്ലാണ്ട് വേറൊന്നും പറയാനില്ല. ഡീസെന്റ് ആയിട്ട് അവർ പണിയെടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ഗലാക്ടസിന്റെ ആ ഒരു ഏരിയ ഒക്കെ കാണിക്കുന്ന സമയത്ത് 4-5 സീൻസ് ആണ് ഗലാക്ടസ്, അല്ലെങ്കിൽ ഒരു 3-4 സീനാണ് ഗലാക്ടസിന് ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അതിലൊരു സീൻ ക്ലൈമാക്സ് ആണ്. ഗലാക്ടസിന്റെ ആ ഒരു വേൾഡ് ബിൽഡ് ചെയ്തിരിക്കുന്ന ആ ഒരു സംഭവങ്ങളെല്ലാം നല്ല രസമായിട്ട് ഫീൽ ചെയ്തു പേഴ്സണലി. എവിടെയും ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അതുപോലെ തന്നെ ഈ ഗലാക്ടസ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ ഫീഡിംഗ് ഒക്കെ കാണിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതായത് ഇവര് ഫാന്റാസ്റ്റിക് ഫോർ ടീമിന്റെ ആദ്യത്തെ കൂടിക്കാഴ്ച ഉണ്ട് ഗലാക്ടസ് ആയിട്ട്. ആ ഒരു സീക്വൻസ് ഒക്കെ ഗംഭീരമായിരുന്നു. എനിക്ക് നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് അവര് വലിയ പൊലിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ഇട്ട് കുറച്ച് മസാല, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടൊന്നും അവർ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. സോ ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പറയുന്ന ടീം ഗലാക്ടസിന് പുറത്ത് ശരിക്കും ആക്ച്വലി ഒരു എന്താ പറയാ, ബൊമ്മ കുട്ടികളെ പോലെയാണ് ആക്ച്വലി. പക്ഷെ ഇതിനകത്ത് കുറച്ച് ഐക്യു ബുദ്ധി ഒക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരു സംഭവങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വർക്കായി എന്നെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ആ ഗലാക്ടസിന്റെ കൂടെയുള്ള ആ ക്യാരക്ടറിന്റെ പേര് ഞാൻ പറഞ്ഞു. അതും അവരും അത്യാവശ്യം നല്ല രീതിക്ക് ആ ഒരു ക്യാരക്ടറിന്റെയും ഇമോഷൻസ് നമുക്ക് നന്നായിട്ട് കണക്ട് ആവും. പക്ഷെ എനിക്ക് തോന്നുന്നു കോമിക്കിലൊക്കെ അതൊരു മെയിൽ വേർഷൻ ആണ്. ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഫീമെയിൽ വേർഷൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നതൊക്കെ. ആ ഒരു വ്യത്യാസങ്ങൾ ചിലപ്പോ അരോചകമായിട്ട് കോമിക്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് തോന്നിയേക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ആസ് എ ഓഡിയൻ സിനിമയിൽ നന്നായിട്ട് അത് സ്യൂട്ടായിട്ട് വന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി ഇതിൽ സു എന്ന് പറയുന്ന ക്യാരക്ടറിന് വരുന്നൊരു ചില മാനസികമായിട്ടുള്ള കുറച്ച് സംഘർഷങ്ങളെല്ലാം ആ ഒരു ക്യാരക്ടറിന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും കാര്യങ്ങളെല്ലാം അവരുടെ ആ ഒരു സൂപ്പർ ഹീറോ വാക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് ബെൻ ഗ്രിം എന്ന് പറയുന്ന ആ ക്യാരക്ടർ, ആ റോക്ക് മാൻ ഉണ്ടല്ലോ. ആളുടെ ഇമോഷൻസ് അങ്ങനെ വലിയ ചറപ്പറ ഡയലോഗുകൾ കൊണ്ടൊന്നും നമ്മളെ കൺവേ ചെയ്യിക്കാൻ ശ്രമിക്കില്ല. പക്ഷെ അങ്ങേരുടെ ഒരു 2-3 നോട്ടങ്ങളൊക്കെ കൊണ്ട് ഒരു കഥാപാത്രത്തിനെ നോക്കുന്ന സമയത്ത് അങ്ങേരുടെ ഉള്ളിലുള്ള ഫീലിങ്സ്
നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അത് അത്യാവശ്യം നല്ല രസമായിട്ട് എനിക്ക് തോന്നി. ചിലപ്പോൾ ക്രിഞ്ച് അയക്കാവുന്ന അല്ലെങ്കിൽ ഒരുപാട് ഡയലോഗ് ഇട്ട് വെറുപ്പിക്കാവുന്ന ഒരു ക്യാരക്ടർ, പക്ഷെ ഒരുപാട് സെന്റിയൊക്കെ അടിച്ച് അതൊക്കെ 2-3 നോട്ടത്തിനുള്ളിൽ ഒതുക്കി ആ ഒരു ക്യാരക്ടറിന്റെ ഫീലിങ്സ് കൺവേ ചെയ്തൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സൂവിന്റെ ക്യാരക്ടർ ആണെങ്കിലും ജോണിയുടെ ക്യാരക്ടർ കുറച്ചും കൂടി ഒരു കോമഡി ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും നല്ല രസമായിട്ട് വർക്കായിട്ടായിരുന്നു. ഇമോഷണലി നന്നായിട്ട് ടച്ച് ആവുന്നുണ്ട്. പറയേണ്ടത് ഇതിന്റെ ക്രെഡിറ്റ് സീനാണ്. എൻ ക്രെഡിറ്റ് സീനിൽ ഒരു ക്യാരക്ടറിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് വലിയ ഒരു മഹാസംഭവമായിട്ടൊന്നല്ല കാണിക്കണത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അത് വരാൻ പോകുന്ന ഒരു സംഭവത്തിന്റെ ഒരു തുടക്കം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഡൂംസ്ഡേക്ക് വേണ്ടിയിട്ട് ഫാന്റാസ്റ്റിക് ഫോർ വരും എന്നുള്ളതൊക്കെ പറയുന്നതൊക്കെ കാണിക്കുന്നതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു പ്രതീക്ഷ തരുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് ഈ അടുത്ത് വന്നിട്ടുള്ള മാർവലിന്റെ സിനിമകളുടെ എല്ലാം VFX ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്ക്രീൻ പ്ലേ എടുത്ത് നോക്കുകയാണെങ്കിലും അരോചകം അല്ലെങ്കിൽ ദയനീയാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ പോലും എനിക്കൊരു ആവറേജ് രീതിയിൽ ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും മാർവലിന്റെ പ്രൈം ടൈമിലുള്ള സാധനങ്ങളുടെ അത്രയും 7 അയലത്ത് വെക്കാൻ പറ്റാത്ത കുറെ സാധനങ്ങളായിരുന്നു അവർ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. സോ അതിനോടൊക്കെ മുട്ടി നിൽക്കാൻ പറ്റുന്ന VFX പരിപാടികളിലേക്ക് തിരിച്ചു വരുന്ന മാർവലിന്റെ സിനിമകളാണ് ഇപ്പൊ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. അതുപോലെ തന്നെ ഈ ഒരു സിനിമ, ഇനി വരാൻ പോകുന്ന പ്രോമിസിംഗ് ആയിട്ടുള്ള കുറെ പരിപാടികൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡൂംസ്ഡേ ആണ്. അത് ഡോക്ടർ ഡൂമിനൊക്കെ കാണിക്കുന്ന പരിപാടികളൊക്കെ ഞാൻ ഭയങ്കര കട്ട വെയിറ്റിംഗ് ആണ് ആ ഒരു സിനിമയ്ക്കൊക്കെ വേണ്ടിയിട്ട്. സോ നിങ്ങൾ ഈ ഒരു സിനിമ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ അതുപോലെ തന്നെ 3Dയുടെ കാര്യം, 3Dയും അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളതേ പറയാനുള്ളൂ. വലിയ ഗംഭീരമായിട്ടുള്ള എന്താ പറയാ 3D എഫക്ട്സും കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. 2Dയിലൊക്കെ കണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സിനിമ 2Dയിലും അവൈലബിൾ ആണ് നമ്മുടെ കേരളത്തിൽ. എന്തായാലും കാണാൻ ആഗ്രഹിക്കുന്നവരെന്തായാലും 3Dയിൽ കണ്ടു വെക്കുക. 3D മോശമൊന്നുമില്ല, എന്നാൽ 3D അനുഭവിക്കാൻ പാകത്തിനുള്ള സീക്വൻസുകളും ഇതിനകത്ത് അവർ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ നല്ലൊരു തിയേറ്റർ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കുക. അത്യാവശ്യം നല്ല സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉള്ള നല്ല ഒരു ഇന്റർനാഷണൽ ടച്ചോട് കൂടിയിട്ട് തന്നെയാണ് അവർ ആ ഒരു ക്വാളിറ്റി ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഒരുക്കിയിട്ടുള്ളത്. നല്ല രസമായിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷ്വലൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ലേസർ പ്രൊജക്ഷനൊക്കെ ഉള്ള തിയേറ്ററുകളൊന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി രസകരമായിട്ട് ഫീൽ ചെയ്യും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.